ഹലോ ആർട്ട്ലെസ് മീൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ അഭിജ്ഞ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് DIYയും ആർട്ട് ട്യൂട്ടോറിയലും ഒന്നല്ല, ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ആർട്ട് കോർണർ സെറ്റ് ചെയ്ത കാര്യം, അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള വീഡിയോ ഇല്ല, പക്ഷെ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിൻ്റെ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്ത് ഞാൻ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അത് ഞാൻ കംപ്ലീറ്റ് ആർട്ട് കോർണറിൻ്റെ ഒരു ടൂർ ചെയ്യുന്നതായിരിക്കും. ഞാൻ മാത്രമല്ല, ഐ ഹാഡ് ഓൾ സപ്പോർട്ട് ഫ്രം ദാറ്റ്. അപ്പം എങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോസസ്സ് എന്തായിരുന്നു എന്ന് അപ്പം ഇങ്ങനെയായിരുന്നു ആദ്യം ടെറസ് ഉണ്ടായിരുന്നത്. ഇത് പുറമേ അതിനെക്കൊണ്ട് ഒരു മഞ്ഞ പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ലിറ്ററലി ഗോഡൗൺ പോലെയായിരുന്നു, എല്ലാ ചപ്പും ചവറും ഇതിനകത്തായിരുന്നു. അപ്പോൾ ഇത് ഫസ്റ്റ് പ്രൈമർ അടിച്ചു കഴിഞ്ഞു. കാരണം കളർ പെയിൻ്റ് ആയിരുന്നു അടിച്ചതുകൊണ്ട് അതിനെക്കൊണ്ട് ഇനി വേറെ നമ്മൾ വൈറ്റ് ആക്കണമെങ്കിൽ ഒരു വൈറ്റ് പ്രൈമർ അടിക്കുന്നതാണ് നല്ലത്. അപ്പം വൈറ്റ് പ്രൈമർ 2 കോട്ട് അടിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് വാട്ടർ ബേസ് വൈറ്റ് പെയിൻ്റ് അടിച്ചതാണ്. ഇനി ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്, അപ്പം ഷെൽഫ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലോ ആർട്ട് കോർണർ ഇപ്പം എങ്ങനെയാണുള്ളതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പട്ടിക അടിക്കാനുള്ള വുഡൻ പീസുകളൊക്കെയാണത്. പിന്നെ ഒക്കെ ഡ്രില്ല് ചെയ്ത് കയറ്റുക ചെയ്തത്. പ്ലൈവുഡൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടാണ് ഏകദേശം ഒരു 1700 രൂപേൻ്റെ അടുത്തായി പ്ലൈവുഡിന് മാത്രം. ബാക്കിയൊന്നും വാങ്ങിയല്ല, ബാക്കിയൊക്കെ ഇവിടെ ഉള്ളതാണ്. മുളയൊക്കെ എത്രയോ ദിവസം എടുത്ത് മുറിച്ചുണ്ടാക്കിയതാണ്. മുള മുറിച്ചെടുത്ത് വാർണിഷ് അടിച്ചതാണ് പേപ്പർ ഇട്ടിട്ട്. അപ്പോൾ ഇത് ആക്ച്വലി സെമി സെറ്റിങ് കഴിഞ്ഞു. ടേബിള് ഏകദേശമായി, ഇനി ജസ്റ്റ് കവറ് വാർണിഷ് അടിക്കാനേ ഉള്ളൂ. അത് ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയ ടേബിളാണ്. തെറ്റില്ല, കുഴപ്പമില്ല. പക്ഷേ അതിന് 4500 രൂപയുണ്ട്. ഇത്രയും കച്ചറകൾ, ആ സാധനമൊക്കെ എനിക്ക് എടുത്തു വെക്കാനുള്ള സാധനങ്ങളാണ്. പിന്നെ ഷെൽഫ് അറേഞ്ച് ചെയ്യുന്നത്, ഷെൽഫ് ആ കോർണറിലാണ് അറേഞ്ച് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പം അതിനുള്ള മുളയൊക്കെ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഷെൽഫിൻ്റെ 4 കാല് വെച്ചിട്ടുണ്ട്. ബാക്കി അതിൻ്റെ ഓരോ ഡ്രോ പോലെ നിൽക്കുന്നതിൻ്റെ ഫ്രെയിമൊക്കെയാണ് നിങ്ങൾക്ക് അവിടെ കാണുന്നത്. ഓൾമോസ്റ്റ് കംപ്ലീറ്റായി. ഇനി സാധനങ്ങൾ എടുത്തു വെക്കാനും കുറച്ച് സെറ്റിങ്സും കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഇതിന് തന്നെ ഏകദേശം 15 ദിവസത്തോളം എടുത്തു. ഇനി ആ ടൈലിൻ്റെ ഏരിയ ബാക്കിയുണ്ട്. ഇനി ഈ സാധനങ്ങളൊക്കെ എടുത്തു വെക്കണം, എനിക്ക് ആലോചിക്കാൻ വയ്യ. അപ്പോൾ ഇതൊക്കെ എടുത്തു വെച്ച് ഇപ്പോൾ ഏകദേശം കംപ്ലീറ്റായി സെറ്റാക്കി. ഇത് സാധനങ്ങൾ എടുത്തു വെക്കാൻ ഞാൻ 2 ദിവസം എടുത്തു. കംപ്ലീറ്റ് മുളേനെ കൊണ്ടുള്ള വർക്കാണ്. ഈ മേശൻ്റെ ഗാർബേജ് മേശയല്ല, എല്ലാ സാധനവും ഞാൻ ഇതിനകത്തേക്കാണ് പെറുക്കിയിടുന്നത്. അപ്പോൾ അതിന് കണ്ടാലും മനസ്സിലാവും. പിന്നെ ടൈലിൻ്റെ ഈ ഒരു ഏരിയ കൂടെ ഉണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഇത് ജസ്റ്റ് അത് ടൈലൊക്കെ എടുത്ത് മാറ്റി അവിടെ സിമെൻറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം എല്ലാ വർക്കും കംപ്ലീറ്റ് ആയി. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആർക്കെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് നല്ല എഫേർട്ട് ഉണ്ട് കേട്ടോ, എളുപ്പ കാര്യമൊന്നുമല്ല. അത്യാവശ്യം നല്ല എഫേർട്ട് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ചെയ്യണമെന്ന് അത്രയും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാതിരിക്കരുത്. എനിക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഡാഡീൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സപ്പോർട്ടും ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും ചെയ്യുക. ശരിക്കും രസമാണ് കേട്ടോ, നല്ലൊരു എക്സ്പീരിയൻസാണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അടിപൊളി എക്സ്പീരിയൻസാണ്.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ മറക്കല്ലേ. അപ്പം അടുത്ത വീഡിയോ കാണുമ്പോൾ ടാറ്റാ ബൈ.